ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1 ശനിയാഴ്ചയാണ്. ഇപ്പോൾ സമയം 11 മണിയായി. ഞാനിപ്പം മെഹ്റോളി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കുത്തബ് മീനാറിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഇന്ന് രാവിലെ ഞാൻ 10 മണിക്ക് ലോഗിൻ ചെയ്ത് പടപടന്ന് 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 144 രൂപയ്ക്ക് രാവിലെ ഓടി, 1 മണിക്കൂർ കൊണ്ട്. രാവിലെ ചാണക്യപുരി വന്ന് ഗ്രേറ്റർ കൈലാഷ് പോയി, അവിടുന്ന് തിരിച്ച് മെഹ്റോളിലേക്ക് കിട്ടി. മെഹ്റോളിൽ നിന്ന് അടുത്ത ട്രിപ്പ് കിട്ടി സൗത്ത് എക്സിന് 74 രൂപയുടെ അടുത്ത ട്രിപ്പ്. അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞുകൊണ്ട് രാവിലെ ഒരു തണുപ്പുമുണ്ട്. പക്ഷേ വെയിൽ വരുന്നുണ്ട്. വെയിൽ വന്നുകൊണ്ട് തണുപ്പിച്ചിട്ട് മാറി. ഇന്നത്തെ ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ് കാണിക്കുന്നത്, പകലത്തെ ടെമ്പറേച്ചർ. ഇതാണ് മെഹ്റോളിലെ അവസ്ഥ. 2 സൈഡിൽ നിന്നും വണ്ടി വന്ന് ഇവിടെ പോകാൻ സ്ഥലമില്ല. ഇലക്ഷൻ പ്രചാരണങ്ങൾ നടക്കുക. ഇവിടെയൊക്കെ ഓട്ടോയിലാണ് മൈക്ക് ഇട്ട് വെച്ച് പ്രചാരണം. നെക്സ്റ്റ് ലൊക്കേഷനിൽ നമ്മളെത്തി. ദക്ഷിൺ ദില്ലി നഗർ നിഗം. ഈ സ്വാമി കുറേ ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം JNUവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഹലോ ജി, സാമനെ വാല ഗള്ളി ചടായി പേ ऊपर आ गया. ഇവർക്കൊക്കെ നമ്മുടെ ലൊക്കേഷൻ മൊബൈലിൽ നോക്കിയാൽ അറിയത്തില്ല. എത്ര എണ്ണോ പോകുന്നതെന്ന് നോക്കി. കൂട്ടം കൂടി അങ്ങോട്ട് ജാഥയാണ്. വണ്ടു അങ്ങനെ 92 റുപ്പീസിൻ്റെ സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞു. പക്ഷെ നമുക്ക് 92 റുപ്പീസ് കിട്ടത്തില്ല ഈ ട്രിപ്പിന്. 73 രൂപയാണ് നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത്, 8 കിലോമീറ്ററിന്. പുള്ളിക്കാരുടെ നിന്ന് മേടിച്ചത് 92 റുപ്പീസ്. കാരണം നേരത്തെ എനിക്ക് മുമ്പേ ഏതോ റൈഡർ വന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് പോയി. 12 രൂപ വെയിറ്റിംഗ് ചാർജ് കിടപ്പുണ്ട്. പിന്നെ എൻ്റെ വെയിറ്റിംഗ് ടൈമും എല്ലാം കൂടെ കൂട്ടി 92 രൂപയാണ് മേടിച്ചത്. അങ്ങനെ പെട്രോൾ പമ്പ് ഉണ്ടോ? നമുക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 218 രൂപയ്ക്ക് കൂടി നമ്മൾ. ഇനി നേരെ പോയി പെട്രോൾ അടിക്കാം. രാവിലെ പെട്രോൾ അടിച്ചിടണ്ടായിരുന്നു, പക്ഷെങ്കിൽ രാവിലെ പടപടയെന്ന് റൈഡ് വന്നതുകൊണ്ട് രാവിലെ പെട്രോൾ അടിക്കാൻ പറ്റിയില്ല. ഇത് കണ്ടില്ല, കേജ്രിവാളിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് ഭിത്തിയിൽ ചുവരെഴുത്ത് എഴുതിയത് മായ്ച്ചു കളഞ്ഞേക്കുന്നുണ്ട് MCDക്കാർ വന്നിട്ട്. ഇവിടെ അങ്ങനെ ഈ ഫ്ലെക്സും ഇതൊക്കെ കൊണ്ട് പോസ്റ്റൽ ഇവരെ കെട്ടിയിട്ട് പോകും. അതെല്ലാം വന്ന് MCDക്കാർ അഴിച്ചുകൊണ്ട് പോകും. MCDക്കാരാണോ ഇനി എതിർ പാർട്ടിക്കാരാണോ എന്നറിയില്ല. MCDക്കാരാണെന്നാണ് തോന്നുന്നത്. MCDയുടെ വണ്ടികൾ വന്ന് അഴിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടില്ല, എഴുതി വെച്ചിരിക്കുന്നത് ഹർ മഹിളാക്കോ ഹർ മഹീനെ 2700 രൂപ ഫ്രീ എന്ന് പറഞ്ഞിട്ട്. കേജ്രിവാളിൻ്റെ ഇലക്ഷൻ വാഗ്ദാനമാണ് 2700 രൂപ എല്ലാ ലേഡീസിനും കൊടുക്കുക എന്നുള്ളത്. അതായത് ഇവിടുത്തെ ഐഡൻറ്റിറ്റി ഉള്ളവർക്ക്. ആ പൈസ എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ ഫ്രീ കൊടുക്കാതെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതിന്. അതായത് ഈ സംഗംവിഹാർ ഏരിയയിലൊക്കെ ഇപ്പോഴും വെള്ളം എത്താത്ത ഏരിയകളുണ്ട്. ടാങ്കറിന് ഇപ്പോഴും വെള്ളം അടിക്കുന്ന ഒത്തിരി ഏരിയകളുണ്ട്. അവിടെയൊക്കെ വെള്ളം എത്തിക്കാനുള്ള നടപടികളും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാനുള്ളതിന്. ഇവിടെയാണെങ്കിൽ 50 കിലോ സവാള എടുത്തിട്ട് വൈകുന്നേരം വിറ്റാലും 500 രൂപ ഡെയിലി ഉണ്ടാക്കാം. ഈ ഫ്രീ കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ മിടുക്കന്മാർ വാങ്ങിച്ചെടുക്കും. പാവപ്പെട്ടവരൊന്നും കിടക്കത്തില്ല. ഈ റോഡ് സൈഡിൽ കിടക്കുന്നവർക്കൊന്നും ഒന്നും കിട്ടത്തില്ല. നമുക്ക് നേരെ ഇനി
സഫ്ദർജംഗ് എൻക്ലേവിൻ്റെ അങ്ങോട്ട് പോവാം. ഭാരത് പെട്രോളിയത്തിന് പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിച്ചിട്ട് അവിടെ ചിലപ്പം പ്രീമിയമേ ഉള്ളെങ്കിൽ തന്നെ ചെയ്യും. ഈ എച്ച് പിയുടെ പമ്പിൽ കയറുന്നില്ല, ഇമാർ ഉടായിപ്പാ. എച്ച് പിയുടെ പമ്പ് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ ഒരു പമ്പിൽ. ഇവിടെമാർ നോർമൽ പെട്രോൾ ഉണ്ടെങ്കിലും നോർമൽ പെട്രോളിൻ്റെ അത് മറച്ച് വെച്ചിട്ട് പ്രീമിയം അടിക്കും. ജൊമാറ്റോ പോകുന്നു. ജൊമാറ്റോക്കാർ പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറും കൊണ്ട് ഇറങ്ങുന്നവന്മാരുണ്ട്. യുവമാർ ട്രാഫിക് സിഗ്നലും നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല. അതിലില്ല ചന്നം പിന്നെ പോവും. ഈ അവിടെ ഭയങ്കര തിരക്കാണ്. अभी सर्विस करना है. അങ്ങനെ ഇപ്പോൾ സമയം 12:15. മൂന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ ഓട്ടോ ഒന്നും വരുന്നില്ല. ഇത്ര നേരം അടുപ്പായിരുന്നു. അപ്പം നാലാമത്തെ ട്രിപ്പ് നമ്മൾ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. അർജുൻ നഗർ സഫ്ദർജംഗ് എൻക്ലേവിൽ നിന്ന് ഡിപ്ലോമാറ്റിക് എൻക്ലേവ് ചാണക്യപുരിക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. ഇതാണ് ഇവിടുത്തെ പ്രചാരണം, കെജ്രിവാൾ പ്രചാരണം. അർജുൻ നഗർ സഫ്ദർജംഗ് എൻക്ലേവ്. ഹോഷന്നയുടെ ലൊക്കേഷൻ ഇതാണുണ്ട്. Nine 9980. അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് അശോക ഹോട്ടലിലെത്തി. ഹോസന്നയുടെ ട്രിപ്പ് കഴിഞ്ഞ് 46 രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. 41 രൂപ. കിലോമീറ്റർ 5.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 41 രൂപയെ കിട്ടിയുള്ളൂ. ബുക്കിംഗ് ടൈമിലെ എമൗണ്ട് കുറവാണ് കാണിച്ചത്. ഞാൻ പിന്നെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഈ ട്രിപ്പ് എടുത്താൽ. അങ്ങനെ വീണ്ടും നമ്മൾ ചാണക്യപുരിയിലെത്തി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് സ്റ്റാൻഡ് തട്ടിയില്ല. ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് അശോക ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് തിരിച്ച് വന്നപ്പം നേരെ മഹിപാൽപൂരിനൊരു ട്രിപ്പ് കിട്ടി. 10 കിലോമീറ്റർ ട്രിപ്പ്. മഹിപാൽപൂർ പോയി അവിടെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് അതേ സ്പോട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ ട്രിപ്പ് കിട്ടി. അങ്ങനെ പടവടയുന്ന 3/4 മണിക്കൂർ കൊണ്ട് 50 മിനിറ്റ് കൊണ്ട് 150 രൂപയ്ക്ക് ഓടി. ടോട്ടൽ 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് 7.6 വെച്ചേ കിട്ടിയുള്ളൂ പെർ കിലോമീറ്ററിന്. അപ്പോൾ നമ്മൾ വന്ന് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ച് ഒരു 41 രൂപയുടെ സഫ്ദർജംഗ് എൻക്ലേവിലേക്ക്. മിസ്സാക്കണ്ട, എടുത്തേക്കാം. ഇതാണോ 9458. सीधा बाहर निकल सकते हैं क्या? അങ്ങനെ 44 രൂപയുടെ
അടുത്ത ട്രിപ്പും കഴിഞ്ഞു. ഇവിടെ നിന്നാണ് ഞാൻ മുമ്പേ ഹോസന്നയുടെ ട്രിപ്പ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. ഇവിടെ നിന്നാണ് ചാണക്യവരിക്ക് പോയത്. തിരിച്ച് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. 39 രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത്. 1:33, 20 മിനിറ്റ്. വന്ന റൂട്ട് കുറച്ച് ട്രാഫിക് ജാം ആയിരുന്നു ഇതുവരെ. അപ്പം നമ്മൾ 451 രൂപയ്ക്ക് ഓടി. 4 മണിക്കൂർ കൊണ്ട് 453 രൂപയ്ക്കാണ് ഇതുവരെ ഓടിയേക്കുന്നത്. നെക്സ്റ്റ് ഒരു 74 രൂപയുടെ ട്രിപ്പ് വന്നു. ഈ പാസഞ്ചറെ നമ്മൾ പിക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് കൊണ്ടുവിടേണ്ടത്. 74 രൂപയുടെ ട്രിപ്പാണ്. 74 റുപ്പീസ്. 10 കിലോമീറ്റർ ഉണ്ട്. 2 ദിവസമായിട്ട് ജിയോയുടെ നെറ്റ്വർക്ക് ഭയങ്കര ശോകം. റൂമിനുള്ളിലും കിട്ടുന്നില്ല, പുറത്തും കിട്ടുന്നില്ല. ഗ്രീൻ പാർക്ക് എക്സ്റ്റൻഷനിൽ നിന്ന് പിക്ക് ചെയ്ത് ഗ്രീൻ പാർക്ക് എക്സ്റ്റൻഷനിൽ തന്നെ വിടണം. സുധീറിൻ്റെ ട്രിപ്പാണ് നെക്സ്റ്റ്. സുധീർ N25. एम पे क्या? हाँ एम पे दिखे लोकेशन. लोकेशन यहाँ डाला हुआ है. कहाँ जाना है? इंडियन स्कूल खड़ा है ना. हाँ इंडियन स्कूल. यही होगा ना. हाँ इंडियन स्कूल यही है. तो बोला था चिराग दिल्ली में. हाँ चिराग दिल्ली है. ചിരാഗ് ദില്ലി പീച്ചേ. അങ്ങനെ കസ്റ്റമറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി. ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഓൺ ദ വേ ടു ഫസ്റ്റ് സ്റ്റോപ്പ്, കൺഫേം ഫസ്റ്റ് സ്റ്റോപ്പ്. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് പുള്ളിക്ക് റിട്ടേൺ നമ്മൾ പിക്കപ്പ് ചെയ്തിട്ട് തന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇട്ടേക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് അവിടെ കാൽക്കുലേറ്റ് ആകും. ഊബറിൽ ഇങ്ങനൊരു ഫീച്ചറുണ്ട്. ഈ പുള്ളിക്കാരൻ ഇനി എത്ര സമയം എടുക്കുന്ന അറിയില്ല. ഇത് ഇവിടെ തന്നെ ഇതാണ് ലൊക്കേഷൻ. തെറ്റാന്ന് തോന്നുന്നു ഇട്ടേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം 5:30 ഞാനിപ്പോൾ തിരികെ ചാണക്യപുരിയിലെത്തി. ഇതുവരെ നമ്മൾ 12 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. 631 രൂപയ്ക്ക് ഓടി. ഏകദേശം 150 രൂപയുടെ പെട്രോൾ ആയിട്ടുണ്ട് ഇന്ന്. 150 രൂപയുടെ പെട്രോൾ പോയിട്ട് നമുക്ക് 450 രൂപയാണ് ഇന്നത്തെ മിച്ചം കിട്ടിയിരിക്കുന്നത്. ഇന്ന് ട്രിപ്പ് ഭയങ്കര മടുപ്പായിരുന്നു. തന്നെ ഇന്ന് ഓടാനൊരു മൂഡില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഊബറിൽ രാവിലത്തെ ഒരു 3-4 ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രിപ്പേ വരുന്നില്ല. അത് കാരണം ട്രിപ്പ് ഭയങ്കര മടുപ്പായിപ്പോയി. പിന്നിപ്പം 5 മണിക്ക് ശേഷം നല്ലപോലെ ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു. 5 മണിക്ക് ശേഷം നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുമായതുകൊണ്ട് 5 മണിക്ക് ശേഷമുള്ള ട്രിപ്പ് എടുത്തില്ല. അപ്പം ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് തിങ്കളാഴ്ച മുതൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നാളെ ഇനി ഓടുന്നില്ല, ഇനി തിങ്കളാഴ്ച ഓടുന്നുള്ളൂ. തിങ്കളാഴ്ചത്തെ വീഡിയോ ആയിട്ട് നമുക്ക് ചൊവ്വാഴ്ച കാണാം.